എമ്പുരാൻ സിനിമ എല്ലാ കളക്ഷൻ റെക്കോർഡുകളെയും ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം എമ്പുരാനോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് 2002 ഗോദ്ര ട്രെയിൻ ഇൻസിഡൻറ്റ്. ഇന്ത്യ ഒരിക്കലും ആവർത്തിക്കപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു സംഭവവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി ആരെങ്കിലും ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, ദിസ് ഇസ് വിഷ്ണു. വെൽക്കം ടു അവർ ചാനൽ. 2002 ഗോദ്ര സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് കർസേവകർ എന്നുള്ളത്. ആരാണ് ഈ കർസേവകർ എന്ന് നമുക്കൊന്ന് നോക്കാം. 1980-90 സമയത്ത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയം ചൂടുപിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ കർസേവകർ എന്നുള്ള വാക്ക് പരിചയത്തിൽ വരുന്നത്. കർ എന്ന് പറഞ്ഞാൽ കൈ, സ്വയം സേവനം ചെയ്യുന്ന ആളുകൾ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഹിന്ദുപരമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭഗവത് സേവകർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് മതപരമായിട്ടുള്ള സർവീസുകൾ ചെയ്യുന്ന ആളുകൾ, ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ആളുകൾ, ഈ വിഭാഗത്തിൽ വരുന്ന ആളുകളെല്ലാം നമുക്ക് പറയുന്ന പേരാണ് കർസേവകർ എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ അയോധ്യയിൽ വെച്ച് രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഒരു യാഗ പരമ്പര നടത്തുന്നുണ്ട്. 100 ദിവസത്തെ ഒരു യാഗമായിരുന്നു അത്. അതിന്റെ പേരാണ് പൂർണ്ണഹൂതി യാഗം എന്നുള്ളത്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കർസേവകന്മാര് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഗുജറാത്തിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. അവർ വന്ന ട്രെയിനാണ് അയോധ്യ സബർമതി എക്സ്പ്രസ്, ട്രെയിൻ നമ്പർ 9166. ഈ ഒരു ട്രെയിൻ അതിന്റെ മടക്ക യാത്രയിൽ ഫെബ്രുവരി 27, 2022 ഗുജറാത്തിന് മുമ്പുള്ള ഗോദ്ര എന്നുള്ള സ്റ്റേഷനിൽ എത്തിപ്പെടുമ്പോൾ അവിടെ ചെറുതായിട്ടുള്ള രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടായി തുടങ്ങി. ശരിക്കും ആ ട്രെയിനിലുള്ള ഒഫീഷ്യൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1100 പേരായിരുന്നു. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 2000-ഓളം അടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. 1700 ആളുകൾ കർസേവകന്മാരായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ട്രെയിൻ ഗോദ്രയിൽ നിന്ന് പുറപ്പെട്ട് ഒരു 1/2 കിലോമീറ്ററൊക്കെ ആയപ്പോഴേക്കും ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് ചെങ്ങല വലിച്ച് ട്രെയിൻ നിർത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ലോക്കോ പൈലറ്റ് സാക്ഷ്യപ്പെടുത്തുന്നു. ഒന്നിലധികം തവണ ഈ ട്രെയിൻ വലിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു കോൺസ്പിറൻസിയുടെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഏരിയ ഒരു മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ആയിരുന്നു. അവിടെ 2000-ഓളം വരുന്ന ആളുകൾ കൂട്ടം കൂടി വന്ന് ട്രെയിൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യം കല്ലുകൾ എറിഞ്ഞു തുടങ്ങി, അവസാനം കത്തുന്ന സാധനങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ട്രെയിനിൻ്റെ S5, S6 ബോഗികൾ ആക്രമിക്കുകയും ഈ 2 ബോഗികൾ കത്തിച്ച് നശിപ്പിക്കുകയും അതിലുണ്ടായിരുന്ന 59 പേര് വെന്തു മരിക്കുകയും ചെയ്തു എന്നാണ്. അതിൽ 22 പേര് പുരുഷന്മാരും 27 പേര് സ്ത്രീകളും ബാക്കി 10 കുട്ടികളുമായിരുന്നു. അതിലാകെ 5 ബോഡി ഐഡന്റിഫൈ ചെയ്ത് അത് ഗോദ്രയിലുള്ളവരുടെ ആണെന്ന് കണക്കാക്കി അവിടെ ക്രിമേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ബാക്കിയുള്ള ബോഡി അഹമ്മദാബാദിലേക്ക് പോയി അവിടുത്തെ ഹോസ്പിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യുകയും ചെയ്തു. അഹമ്മദാബാദിലെ സോള സിവിൽ ഹോസ്പിറ്റലിലാണ് ഈ ബോഡികളെല്ലാം അക്കോമഡേറ്റ് ചെയ്തിരുന്നത്. അന്ന് രാത്രി ആ ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു വൻ ജലാവലി തടിച്ചുകൂടുകയും ഏകദേശം 500-ഓളം പേര് ആ ഒരു ജനക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സംഭവം എന്തായാലും ഒരു വളരെ വലിയ ഒരു വർഗീയ വിദ്വേഷത്തിന് കാരണമാവുകയും ചെയ്തു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആ സമയത്ത് ഗുജറാത്തിലുണ്ടായിരുന്ന മാധ്യമങ്ങളുടെ റോള്. വളരെ നീചമായിട്ടുള്ള രീതിയിൽ അവരവരുടെ റിപ്പോർട്ടിങ് ചെയ്ത് വളരെ ഒരു മുസ്ലിം ഹിന്ദു കോൺസ്പിറൻസി അവിടെ ഉണ്ടാക്കുന്നതിൽ ഈ മാധ്യമങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു പങ്ക് വളരെ ചെറുതൊന്നുമല്ല. പിറ്റേ ദിവസം ഫെബ്രുവരി 28 ഗുജറാത്ത് ഒരു വർഗീയ ഭൂമിയായി മാറിക്കഴിഞ്ഞിരുന്നു. അവിടെയും ഇവിടെയുമായി ഒട്ടനവധി വർഗീയ ലഹളകൾക്ക് ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചു. അതിൽ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. ഒന്നാണ് ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല. ഗുൽബർഗ് എന്ന അഹമ്മദാബാദിലെ ഒരു സ്ഥലം, ഒരു മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം, അവിടെയുള്ള വീടുകൾ 50-ഓളം വീടുകൾ ഈ അക്രമകാരികൾ അഗ്നിക്കിരയാക്കി. ആ 50 വീടുകളിലായി ഏകദേശം 69 പേര് അവിടെ ചുട്ടിരിക്കപ്പെട്ടു. അതിലൊരു പ്രമുഖനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, എഹ്സാൻ ജാഫ്രി എന്നൊരു മുൻ MP. ഈ MP സഹായത്തിനായി അപേക്ഷിച്ചിട്ടും പോലീസോ സർക്കാരോ യാതൊന്നും ചെയ്തില്ല എന്ന ആക്ഷേപമുണ്ട്. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഗുൽബർഗ് സൊസൈറ്റി നാമാവശേഷമായി പോവുകയും അവിടെ രക്ഷപ്പെട്ട ആളുകൾ പലായനം ചെയ്ത് പോവുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലും ഓർക്കപ്പെടാൻ പറ്റാത്ത ഒരു അധ്യായമായി ഈ ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല എന്നത് ഇപ്പോഴും അവശേഷിക്കുന്നു. രണ്ടാമത്തെയാണ് നരോദ പാട്ടിയ ഗാവ് കൂട്ടക്കൊല. 97 പേരാണ് ഈ ഒരു കൂട്ടക്കൊലയിൽ കൊല ചെയ്യപ്പെട്ടത്. അതിലെ മുഖ്യ സൂത്രധാരന്മാരാണ് എന്ന് വിചാരിക്കപ്പെടുന്ന ബാബ ബജ്രംഗ്, മായ കോടാനി എന്നിവരെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ടു. പക്ഷേ അതിൽ ബാബ ബജ്രംഗ് ഈ കുറ്റം സമ്മതിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കൺഫെഷൻ വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ തെളിവുകൾ ഉണ്ടായിട്ടും കോടതി അവരെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു
അവസ്ഥ. ഇതുപോലെ തന്നെയാണ് മായ കോടാനി എന്ന MLA അവസ്ഥ. 2002 2007 ഇലക്ഷൻസ് ജയിച്ച് മിനിസ്റ്റർ വരെ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. പക്ഷെ എന്നിട്ട് ഈ അലിഗേഷൻസിന്റെ പേരിൽ അവർക്ക് രാജിവെക്കേണ്ടി വന്നു. അടുത്തൊരു കേസാണ് ഹനുമാൻ ടെക്കറി കേസ്. ബെസ്റ്റ് ബേക്കറി കേസ് എന്നൊക്കെ ഇത് അറിയപ്പെടും. ഇത് ഒരു ബേക്കറിയിൽ അഭയം പ്രാപിച്ച് ആളുകളെ ടോർച്ചർ ചെയ്ത് റേപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടക്കൊല ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഈ ഹനുമാൻ ടെക്കറി എന്ന് പറയുന്നത്. അങ്ങനെ ഗുജറാത്തിന്റെ ഏതൊരു കോണിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സമയത്ത് ഒരുപാട് വർഗീയ വിദ്വേഷങ്ങൾ പടർന്ന് പന്തലിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അന്ന് ഇതൊക്കെ ആരാണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ എന്ന് അന്വേഷിച്ചിറക്കുന്ന സമയത്താണ് ആജിത്തക് എന്നുള്ള ചാനൽ 2007 കുറച്ച് ലീക്ക്ഡ് ഫൂട്ടേജസ് പുറത്തുവിടുന്നത്. ഇത് പ്രകാരമാണ് നമ്മുടെ ബാപ്പു ബജ്രംഗിന്റെ കൺഫെഷൻസും അന്ന് ഫേമസ് ആയിട്ടുണ്ടായിരുന്ന മദൻ ചാവൽ എന്ന് പറയുന്ന ആളുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അത് പ്രകാരം അവർ കൺഫസ് ചെയ്യുന്നുണ്ട്, അവരാണ് ഇതിന്റെ പിറകിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സഞ്ജീവ് ഭട്ട് എന്നുള്ളൊരു IPS ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള പരാമർശം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ആ മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും ആരും എടുക്കണ്ട എന്ന് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ഇൻസ്ട്രക്ഷൻ നൽകിയിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് നിരസിക്കുകയും ചെയ്തു. അന്ന് അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ആരും അതിനകത്ത് പങ്കെടുത്തിരുന്നില്ല, അല്ലെങ്കിൽ ഈ സഞ്ജീവ് ഭട്ട് അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുകയും, പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം ഹീരൻ പാണ്ഡെ എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ, ഒരു MP, അദ്ദേഹം ഇത് അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് വീണ്ടും ഒരു പുനഃപ്രസ്താവന ഇറക്കുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്നോണം ഈ ഹീരൻ പാണ്ഡ്യ എന്ന് പറയുന്ന ഒരാളെ പിന്നീട് കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആരാണ് കൊന്നതെന്ന് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നത് വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ സംഭവങ്ങളുടെയൊക്കെ പിറകിൽ ആരാണെന്നും എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളെന്ന് അറിയാനും വേണ്ടിയിട്ട് അന്നത്തെ ഗുജറാത്ത് സർക്കാർ ഈ ട്രെയിൻ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു കമ്മിറ്റീനെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് നാനാവതി മേത്ത കമ്മിറ്റി. അപ്പോൾ ഈ കമ്മിറ്റിയിൽ 2 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് GT നാനാവതി എന്ന മുൻ സുപ്രീം കോടതി ജഡ്ജും KK മേത്ത എന്നുള്ള മുൻ ഹൈക്കോടതി ജഡ്ജ്. ഇവർ രണ്ടുപേരും അടങ്ങുന്ന ഈ ഒരു കമ്മിറ്റി കണ്ടെത്തിയ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ പറയുന്ന ട്രെയിൻ ഇൻസിഡന്റ് എന്ന് പറയുന്നത് വളരെ കരുതി കൂട്ടി ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു സംഭവമാണെന്നും ഈ ഒരു നടപടിന് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരിന് പാളിച്ചകളൊന്നും പറ്റിയിട്ടില്ല എന്നും ഈ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചു. ഒരു 1500 പേജുള്ള ഒരു റിപ്പോർട്ടാണ് ഈ കമ്മിറ്റി വെച്ചത്. പക്ഷേ ഈ ഒരു റിപ്പോർട്ടിനെതിരെ ഒട്ടനവധി ആരോപണങ്ങൾ ഉയർന്നു. കാരണം ഈ കമ്മിറ്റി ഇതിനു മുമ്പ് നിയോഗിച്ചിട്ടുള്ളത് സിഖ് കൂട്ടക്കൊല അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ആ ഒരു കേസ് നേരിട്ട സമയത്ത് എടുത്തൊരു ആർജവം ഈ കാര്യത്തിൽ എടുത്തില്ല എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവർക്ക് നേരിട്ടിട്ടുന്ന ഒരു ആക്ഷേപം എന്നുള്ളത്. അപ്പോൾ അന്ന് സിഖ് കൂട്ടക്കൊലയുടെ സമയത്ത് അന്ന് PV നരസിംഹറാവുവിനെ വരെ ചോദ്യം ചെയ്തവർ ഉയർന്ന തലത്തിലുള്ള ആരെയും ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ 2004 കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരാണ് സെൻട്രലിൽ. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ സമയത്ത് ഇവർ ഏറ്റവും ഫസ്റ്റ് ഈ പാർട്ടിപരമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു, ഈ കമ്മിറ്റീനെ ഞങ്ങൾക്ക് റിപ്പോർട്ടിന് അത്ര ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നില്ല, ഞങ്ങൾ അതിന് പകരമായിട്ട് മറിച്ച് മറ്റൊരു കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് പുതിയൊരു കമ്മിറ്റീനെ കൊണ്ടുവരാണ്. അപ്പോൾ അതിനകത്ത് വേറൊരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സംസ്ഥാന സർക്കാർ, ഗുജറാത്ത് സർക്കാർ ഇതിനെ എതിർത്തു. കാരണം ഇവിടെ ഗോദ്രയിലാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു കമ്മീഷനെ നിയോഗിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ എതിർക്കുകയും റെയിൽവേ എന്നത് ഒരു യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയമാണെന്നും അതിന് കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അത് പ്രകാരമാണ് അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്ന ലാലു പ്രസാദ് യാദവ് ഒരു കമ്മിറ്റീനെ നിയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വന്ന രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ നാനാവതി കമ്മിറ്റിയുടെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെഹൽക്ക വീണ്ടും പുറത്തു വരാണ് ഒരു പുതിയ ലീക്ക്ഡ് വീഡിയോ ആയിട്ട്. അരവിന്ദ് പാണ്ഡ്യൻ എന്നുള്ള ഒരാൾ, ഒരു BJPയുടെ ഒരു കൗൺസിലറാണ്. ഇദ്ദേഹം പറയുകയാണ് ഈ നാനാവതി കമ്മിറ്റിയിലുള്ള ആളുകളെല്ലാം നമ്മുടെയാണ്, നമുക്കെതിരായിട്ട് അവിടെ റിപ്പോർട്ടുകളൊന്നും വരില്ല എന്നുള്ള ഒരു ലീക്ക്ഡ് വീഡിയോ പുറത്തുവിടാണ് തെഹൽക്ക. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് എന്ത് തോന്നി, ഇനി എന്തായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു, ഇനി എന്തായാലും ഈ കമ്മിറ്റി അതിൻ്റെ ഫൈൻഡിങ്സ് കണ്ടെത്തി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് വെച്ചിട്ട് ഈ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഉമേഷ് ചന്ദ്ര ബാനർജി എന്നൊരാളുടെ പേരിൽ ആ കമ്മിറ്റി ഫോം ചെയ്യുകയും കോൺഗ്രസ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഈ കമ്മിറ്റിനെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ അതിനെ സർക്കാർ വിമർശിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്നും അടുത്ത ഇലക്ഷനിൽ, ബീഹാറിലെ ഇലക്ഷനിൽ ഈ BJPക്കെതിരെ ഉള്ള ഒരു ആയുധമായിട്ടാണ് ഈ കമ്മിറ്റീനെ കൊണ്ടുവന്നിട്ടുള്ളതും എന്നുമാണ് കോൺഗ്രസിനെ പറ്റി അന്ന് വിമർശനം ഉണ്ടായിരുന്നത്. ഈ കമ്മിറ്റീനെ കുറിച്ചിട്ട് അന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, ഇതിൻ്റെ ഫൈൻഡിങ്സ് ഓക്കെ, ഞങ്ങളത് അംഗീകരിച്ചു, ഇനി പുതിയൊരു കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കമ്മിറ്റീനെ നിരാകരിക്കുകയാണ് അന്നത്തെ ഹൈക്കോടതിയും ചെയ്തത്.
അപ്പോൾ അങ്ങനെ ആ കമ്മിറ്റി ഒരു എങ്ങും എത്താത്തൊരു അവസ്ഥയിൽ ആ റിപ്പോർട്ടുകൾ പോവുകയും ചെയ്തു. അപ്പോൾ ഈ 2 കമ്മിറ്റീസ് മാത്രമല്ല, വേറെ ഒരുപാട് ഇൻഡിവിജ്വൽ കമ്മിറ്റീസും ഈ പ്രശ്നങ്ങൾ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് പറയൽ പോസിബിൾ അല്ലെങ്കിൽ കൂടി ഏകദേശം ഒരു 65ഓളം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത കൺസേൺഡ് സിറ്റിസൺസ് ട്രൈബ്യൂണൽ എന്നുള്ളത്. അതൊരു ഇൻഡിവിജ്വൽ കമ്മിറ്റി ആണെന്നുണ്ട് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും VR കൃഷ്ണയ്യരൊക്കെ ആയിരുന്നു അതിനകത്ത് മെമ്പർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ആ ഒരു ടീം കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രെയിൻ ഇൻസിഡൻറ്റ് ഒരിക്കലും ടാർഗറ്റഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം S5 S6 ബോഗീസാണ് അവർ കത്തിച്ചിട്ടുള്ളത്. കർസേവകന്മാർ ഒരുപാട് ബോഗീസിൽ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നമുക്കിത് കർസേവകന്മാരെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത് എന്ന് പറയാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ മരിച്ചവർ തന്നെ കർസേവകർ മാത്രമല്ല, വേറെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ, അത് അവിടുത്തെ ആ ട്രെയിനിൻ്റെ TTRന്റെ ഭാര്യയായിരുന്നു, ചോറ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ചോറ് പാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊക്കെയാണ് ഇവരെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കർസേവകർ മാത്രമല്ല വേറെ ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം ഇവർ ചോദിക്കുന്ന കാര്യം. അപ്പോൾ ഒരിക്കലും ഇത് ഒരു ടാർഗറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കരുതി കൂട്ടി ചെയ്തതാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല എന്ന് VR കൃഷ്ണയ്യരുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നു. അങ്ങനെ ആ ട്രെയിൻ ഇൻസിഡൻറ്റ് ഇന്ത്യയിൽ വളരെ വലിയൊരു വർഗീയ കലാപമായിട്ട് പടർന്ന് പന്തലിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ പിന്നെ കണ്ടത്. അതിൻ്റെ പിറകിലുള്ളവരാരാണെന്നും വലിയ മീനുകൾ ആരൊക്കെയാണെന്നും ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. എല്ലാം പറയുന്നത് ഊഹാപോഹങ്ങളുടെ ബേസിസിലാണ്. ഒരിക്കലും ഇതിനകത്ത് ആരാണെന്നും ഇതിനകത്ത് കുറ്റവാളികൾ ആരൊക്കെയാണ് എന്നൊന്നും ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് പറയാനുള്ള നൽകുന്നൊരു പാഠം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയവും മതവും എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടും അല്ലെങ്കിൽ അത് മറ്റൊരുത്തൻ്റെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി ഒരിക്കലും ഒരു ഗോദ്ര ട്രെയിൻ ഇൻസിഡൻറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.